ഗിരിപ്രഭാഷണങ്ങൾ വളരെ പ്രസിദ്ധമാണ്. യേശു ഒരു മലയിൽ കയറിയിരുന്നു പറഞ്ഞ കാര്യങ്ങൾ മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്നു. അതുകൊണ്ടാണ് അതിനെ ഗിരിപ്രഭാഷണം എന്ന് വിളിക്കുന്നത്. ഇതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയെ സ്വാധീനിച്ചിരുന്നു എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. സമാനതകളില്ലാത്ത കാര്യങ്ങളാണ് അന്ന് യേശു പറഞ്ഞത്. അത് തുടങ്ങുന്നത് ഇപ്രകാരമാണ്: ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ദാരിദ്ര്യം എന്താണ് എന്ന് ഒട്ടുമിക്ക പേർക്കും നന്നായി അറിയാം. ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ ദാരിദ്ര്യം അനുഭവിച്ചിട്ടുണ്ടെന്നാൽ മത്തായി സുവിശേഷത്തിൽ യേശു പറയുന്നത് ആത്മാവിൽ ദരിദ്രരായവർ എന്നാണ്. സാധാരണ നമ്മൾ ദാരിദ്ര്യം അനുഭവിക്കുന്നത് നമുക്ക് ആവശ്യമുള്ള വസ്തുവകകൾ ഇല്ലാതെയാകുമ്പോഴാണ്. ആ വസ്തുവകകളെല്ലാം ഭൗതിക കാര്യങ്ങളാണ്. ഭക്ഷണം, വസ്ത്രം, പാർപ്പിടം ഇതെല്ലാം നമുക്ക് കാണാവുന്ന കാര്യങ്ങളാണ്. അവ ഇല്ലാതെ വരുമ്പോൾ ഒരാൾ ദരിദ്രനാകുന്നു. എന്നാൽ ആത്മാവിൽ ദരിദ്രൻ എന്ന് വെച്ചാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ ദാരിദ്ര്യമുണ്ട് എന്നാണ്. എന്ന് വെച്ചാൽ അയാൾക്ക് ചില കാര്യങ്ങൾ ഇല്ല എന്ന് മനസ്സിൽ തോന്നുന്നു. ആ കാര്യങ്ങൾ ഭൗതികമായ കാര്യങ്ങളല്ല, മറിച്ച് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അനുഭവിക്കാൻ കഴിയാത്ത കാര്യങ്ങളാണ്. അതിനൊരു ഉദാഹരണം ഞാൻ പറയാം. സാമാന്യം ജീവിത ചുറ്റുപാടുള്ള ഒരു വ്യക്തി, എന്നാൽ അയാൾ വളരെ മോശമായ ഒരു കാര്യം ചെയ്തു. അതൊരു പക്ഷേ സമൂഹത്തിലോ കുടുംബത്തിലോ ആരും അറിഞ്ഞിട്ടില്ല. എന്നാൽ അയാൾക്ക് അതിനെക്കുറിച്ച് നന്നായി അറിയാം. അയാളുടെ മനസാക്ഷി അയാളെ കുറ്റം വിധിക്കുന്നുണ്ട്. പുറമേ നോക്കിയാൽ അയാൾ ധനികനാണ്, അയാൾക്ക് ആവശ്യമുള്ളതെല്ലാം ഉണ്ട്. എങ്കിലും അയാളുടെ മനസ്സിൽ, അയാളുടെ ആത്മാവിൽ അയാൾ വിഷമം, ദാരിദ്ര്യം അനുഭവിക്കുകയാണ്. ഇതൊരു പക്ഷേ ആരോടും പറയാൻ അയാൾക്ക് സാധിക്കുന്നില്ല. താൻ ചെയ്തു പോയ ആ തെറ്റിനെ ഓർത്ത് പശ്ചാത്തപിക്കുന്നു, ദുഃഖിക്കുന്നു. ഭൗതികമായി അയാൾക്ക് എന്തൊക്കെ നന്മകളുണ്ടെങ്കിലും ഉള്ളിൽ അയാൾ ദാരിദ്ര്യം അനുഭവിക്കുന്നു. ഇനി വേറെ ചിലരുണ്ട്, അവർ സ്വയം വലിയ ആളുകളാണ് എന്ന് കരുതുന്നവരാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ശരിയാണ്, അവർ ചെയ്ത കാര്യങ്ങളും ശരിയാണ് എന്നവർ അഭിമാനിക്കുന്നു. എന്ന് മാത്രമല്ല, മറ്റുള്ളവരെ നോക്കി അവർ തങ്ങളെക്കുറിച്ച് തന്നെ പ്രശംസിക്കും. ഞാൻ മറ്റുള്ളവരെ പോലെയല്ല, ചിലർ ചെയ്യുന്ന തെറ്റായ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല, ഞാൻ നല്ല കാര്യങ്ങളാണ് ചെയ്യുന്നത്, ഞാൻ നന്നായി ജീവിക്കുന്നു എന്നൊക്കെ അവർ സ്വയം പറഞ്ഞുകൊണ്ടേയിരിക്കും. അത്തരം ഒരാൾ ആത്മീകമായി ദരിദ്രനല്ല, അയാൾ ആത്മീകനായി ധനികനാണ് എന്ന് അയാൾ കരുതുന്നു. ഈ പശ്ചാത്തലത്തിലാണ് യേശു പറഞ്ഞ കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. എന്ന് വച്ചാൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്നതിലും ഏറ്റവും വലിയ അനുഗ്രഹം ആത്മീകമായി ദരിദ്രനാണ് എന്ന് സമ്മതിക്കുന്ന ഒരാൾക്കാണ് ലഭിക്കുക. ഇങ്ങനെ സമ്മതിക്കുവാൻ എളുപ്പമല്ല. ഉള്ളിൽ ഞാൻ ആത്മീകമായി ദരിദ്രനാണ് എന്ന് കരുതുന്ന ഒരാൾ ഒരിക്കലും ബാഹ്യമായി അഹങ്കാരം പ്രകടിപ്പിക്കില്ല. പ്രത്യേകിച്ച് എല്ലാം അറിയുന്ന ദൈവത്തിൻ്റെ മുമ്പിൽ ഞാൻ നീതിമാനല്ല, മറിച്ച് തെറ്റുകാരനാണ് എന്ന് അയാൾ സമ്മതിക്കും. യേശു പറഞ്ഞു, അതാണ് സ്വർഗരാജ്യം ലഭിക്കുവാൻ അത്യാവശ്യം വേണ്ടത്. താങ്കൾക്ക് ഭൗതികമായി എന്തൊക്കെ ഉണ്ട് ഇല്ല എന്നതൊരു വിഷയമല്ല. താങ്കളുടെ ഉള്ളിൽ ആത്മീകമായ ദാരിദ്ര്യമുണ്ട് എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവെങ്കിൽ സ്വർഗരാജ്യം നിങ്ങളുടേതാണ്. ഞങ്ങളെ വിളിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ 0988-22-1957 എന്ന നമ്പർ ഉപയോഗിക്കുക. എല്ലാ ബുധനാഴ്ചകളിലും വെള്ളിയാഴ്ചയും രാവിലെ 11 മുതൽ 12 മണി വരെയുള്ള സമയം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി വിളിക്കേണ്ട ഫോൺ നമ്പർ 079960010203.